ഈ റമദാൻ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അതെ പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര. 114 സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി. ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ. ഇന്ന് നമുക്ക് ഏത് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം. അൽഹംദുലില്ലാ ഹംദൻ കസീറൻ തൊയ്യിബൻ മുബാറക്കൻ ഫിഹി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തൽ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജവാദ ഹംസ. ഇന്ന് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ ഖുർആനിലെ 106-ാം അധ്യായമായ സൂറത്ത് ഖുറൈശിനെയാണ്. 4 വചനങ്ങൾ അടങ്ങിയ മക്കയിൽ അവതരിച്ച സൂറത്താണിത്. മക്കയിൽ അവതരിച്ചത് കൊണ്ട് തന്നെ മക്കിയ സൂറത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നു. ചെറിയ ആയത്തുകളിൽ വലിയ കാര്യങ്ങൾ പറയുക എന്നതാണ് മക്കിയ സൂറകളുടെ പ്രത്യേകതകളിൽ ഒന്ന്. അതുപോലെ തന്നെ ചെറിയ സൂറത്തുകളാണ് കൂടുതലായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 4 ആയത്തുകളുള്ള 2 സൂറത്തുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അതിലൊന്നാണ് ഇത്. ലീ എന്ന ഹർഫ് കൊണ്ട് തുടങ്ങുന്ന ആകെ ഒരു സൂറത്താണ് വിശുദ്ധ ഖുർആനിലുള്ളത്. അതാണിത്. മക്കയിൽ വളരെ പഴക്കം ചെന്ന ഒരു ഗോത്രമായിരുന്നു ഖുറൈശ് ഗോത്രം. ആ ഖുറൈശ് ഗോത്രത്തിൻ്റെ പേരാണ് ഈ സൂറത്തിൻ്റെ നാമമായി അള്ളാഹു നൽകിയിട്ടുള്ളത്. ഖുറൈശ് എന്ന ഗോത്രത്തിന് അള്ളാഹു നൽകിയ വലിയൊരു അംഗീകാരമാണ് ആ ഗോത്രത്തിൻ്റെ നാമം തന്നെ സൂറത്തിന് കൊടുത്തു എന്നത്. ലോകാവസാനം വരെയുള്ള ആളുകൾ ആ ഗോത്രത്തെക്കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അറിയുവാനും ഈ സൂറത്തിന് ഖുറൈശ് എന്ന പേര് കൊടുത്തത് കൊണ്ട് സാധിക്കുന്നു. അത് അവർക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമാണ്. വിശുദ്ധ കഅബയുടെ പരിപാലകരും ശുശ്രൂഷകരുമായതുകൊണ്ട് തന്നെ അറേബ്യൻ നാടുകളിൽ അവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. ഈത്തപ്പഴം ഒഴികെ ബാക്കിയുള്ള കൃഷി വിഭവങ്ങളൊന്നും അവരുടെ നാടുകളിൽ ഉണ്ടായിരുന്നില്ല. ചില ഫലവർഗ്ഗങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അന്യനാടുകളെ ആശ്രയിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ പോരായ്മയൊക്കെ നികത്താൻ വേണ്ടിയിട്ട് അവർ ഉഷ്ണകാലത്ത് വടക്കോട്ടും അഥവാ സിറിയയിലേക്കും ഷാമിലേക്കും, ശൈത്യകാലത്ത് തെക്കോട്ടും അഥവാ യമനിലേക്കും അവർ കച്ചവട യാത്രകൾ നടത്തുമായിരുന്നു. സംഘം ചേർന്നും വലിയ ആഘോഷപൂർവ്വം ഒക്കെ ആയിട്ടാണ് അവർ യാത്രകൾ നടത്തിയിരുന്നത്. നാട്ടിലെ വിഭവങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടും ഇവിടെ ഇല്ലാത്ത വിഭവങ്ങൾ, കൃഷി വിഭവങ്ങളായിക്കോട്ടെ മറ്റായിക്കോട്ടെ, അവർ ഇറക്കുമതി ചെയ്യാനുമായിരുന്നു അവരുടെ യാത്രകൾ നടത്തിയിരുന്നത്. ആവശ്യ വസ്തുക്കൾ അവർ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യാൻ വേണ്ടി ഈ കച്ചവട സംഘങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഓരോ യാത്രയും 1-2 മാസത്തോളം പിടിക്കുമായിരുന്നു. പലപ്പോഴും പല യാത്രകൾക്കിടയിലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതിനെയൊക്കെ കരുതലോടെ തന്നെയാണ് ഈ യാത്രാ സംഘങ്ങൾ പുറപ്പെടാറുള്ളത്. ഈ യാത്രകൾക്ക് വേണ്ടുന്ന സൗകര്യങ്ങളും പരിചരണങ്ങളൊക്കെ നൽകിയത് മുഖേന അള്ളാഹു ഖുറൈശികളെ വിശപ്പിൽ നിന്ന് രക്ഷിക്കുകയും അവർക്ക് ആഹാരമാർഗങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. അവർക്ക് അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രത്യേക സ്ഥാനമാനങ്ങൾ നിമിത്തം മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരുടെ യാത്രകളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, സുരക്ഷിതമായിരുന്നു. കൂടാതെ കഅബയുടെ അടുത്ത സ്ഥലത്ത് താമസിക്കുന്നതിനാൽ കഅബയുടെ അടുത്ത പ്രദേശത്തൊന്നും അക്രമവും സംഘട്ടനങ്ങളൊന്നും പാടില്ല എന്ന് എല്ലാവരും മാനിച്ചത് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ നാടുകളിൽ നല്ല രീതിയിൽ താമസിക്കാൻ സാധിച്ചിരുന്നു. അതുപോലെ തന്നെ ഖുറൈശ് എന്ന ഗോത്രത്തിലെ ഹാഷിം കുടുംബത്തിലാണ് നമ്മുടെ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ ഈ ഖുറൈശ് എന്ന ഗോത്രത്തെക്കുറിച്ച് നാം കൂടുതലായി മനസ്സിലാക്കുക, ഈ സൂറത്ത് പഠിക്കുക, നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക.
അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. യഥാർത്ഥ സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും സാധിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.